ലോക സാമ്പത്തിക രംഗത്തെ പിടിച്ചുകുലുക്കുന്ന യുദ്ധഭീതി മുതൽ ബഹിരാകാശത്തെ മലയാളി വിപ്ലവം വരെ നീളുന്ന വിശേഷങ്ങളാണിന്ന്. ആദ്യം നമ്മൾ നോക്കുന്നത് മിഡിൽ ഈസ്റ്റിൽ ഇറാനും അമേരിക്കയും തമ്മിൽ വീണ്ടും ഒരു വൻ യുദ്ധത്തിന്റെ വക്കിലാണ്. ട്രംപും നെതന്യാഹുവും ഉൾപ്പെടെയുള്ള 13 ലോക നേതാക്കളുടെ മരണ ലിസ്റ്റ് പുറത്തിറക്കിയ ഇറാൻ ആഗോള എണ്ണക്കടത്ത് പാതയായ സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് അടച്ചുപൂട്ടിയിരിക്കുകയാണ്. നമ്മുടെ അയൽരാജ്യമായ നേപ്പാളിൽ കഥ ആകെ മാറിയിരിക്കുകയാണ്. ജനപ്രിയ ഹീറോയും റാപ്പറുമായ പ്രധാനമന്ത്രി ബാലൻ ഷായ്ക്കെതിരെ ജെൻസി യുവാക്കൾ തെരുവിൽ ചോരക്കളി തുടങ്ങിക്കഴിഞ്ഞു. ബാലൻ ഷാ ഗവൺമെന്റ് വീഴുമോ എന്നാണ് ഇപ്പോൾ രാജ്യം ഉറ്റുനോക്കുന്നത്. സൗത്ത് ചൈന സീയിൽ ചൈനീസ് ഡ്രാഗന്റെ അഹങ്കാരത്തിന് പണി കൊടുക്കാൻ യൂറോപ്യൻ യൂണിയനും 14 രാജ്യങ്ങളും ഒന്നിച്ച് ഒരു രഹസ്യരേഖ ഒപ്പിട്ടിരിക്കുകയാണ്. ഈ കടൽ നിങ്ങളുടെ തറവാട്ട് വകയല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ജപ്പാനും അമേരിക്കയും അടങ്ങുന്ന വൻ സഖ്യം ചൈനയെ പൂട്ടുമ്പോൾ പ്രകോപിതരായ ചൈന ജപ്പാന്റെ അംബാസിഡറെ വിളിപ്പിച്ചു കഴിഞ്ഞു. അടുത്തത്, ഇതിനിടയിൽ ഇന്ത്യയെ പോലും കടുത്ത ആശങ്കയിലാഴ്ത്തിക്കൊണ്ട് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയൊരു നീക്കം വന്നിരിക്കുകയാണ്. ചൈനയെ പൂട്ടാൻ രൂപീകരിച്ച പഴയ ക്വാഡ് സഖ്യം പൊളിച്ച് ഇന്ത്യയെ സൈഡ് ലൈൻ ചെയ്തുകൊണ്ട് ജപ്പാനും ഓസ്ട്രേലിയയും ഫിലിപ്പൈൻസിനെയും ചേർത്ത് ദി സ്ക്വാഡ് എന്ന പുതിയ യുദ്ധസഖ്യം അമേരിക്ക രൂപീകരിക്കുകയാണ്. ഇത് ഇന്ത്യയുടെ സുരക്ഷയ്ക്കും എണ്ണവിലയ്ക്കും വലിയ തിരിച്ചടിയാകുമോ എന്നാണ് ഗ്ലോബൽ പൊളിറ്റിക്സ് നോക്കുന്നത്. അവസാനമായി നമ്മൾ നോക്കുന്നത്, ഈ ഗ്ലോബൽ ടെൻഷൻസിനിടയിലും ബഹിരാകാശത്ത് ഒരു ശുദ്ധ പാലക്കാടൻ വിപ്ലവം നടക്കുകയാണ്. ഒരൊറ്റ ജില്ലയിൽ നിന്ന് 3 ബഹിരാകാശ യാത്രികരാണ് ചരിത്രം കുറിക്കുന്നത്. ഗഗൻയാൻ മുതൽ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ വരെ നീളുന്ന ഈ മലയാളി വിജയം ഗോഡ്സ് ഓൺ കൺട്രിക്ക് വലിയൊരു അഭിമാനമാണ്. കാണാം ഓരോന്നും. വെൽക്കം ടു ലോക. ലോകം വീണ്ടും ഒരു മഹായുദ്ധത്തിന്റെ നിഴലിലേക്ക് പോവുകയാണ്. അങ്ങനെ ഒരു ഭയപ്പെടുത്തുന്ന വാർത്തയാണ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ നിന്ന് പുറത്തു വരുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവും ഉൾപ്പെടെ ലോകം ഭരിക്കുന്ന 13 വമ്പന്മാരെ വകവരുത്താൻ ഇറാൻ ഒരു ഭീകരമായിട്ടുള്ളൊരു റിവെഞ്ച് ലിസ്റ്റ് ഇറാൻ പുറത്തുവിട്ടിരിക്കുകയാണ്. വെറുമൊരു ഭീഷണിയല്ല ഇത്. ആഗോള സാമ്പത്തിക മേഖലയുടെ നട്ടെല്ലായ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കപ്പൽ പാതയായ സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് ഇറാൻ പൂർണ്ണമായും അടച്ചുപൂട്ടിയിരിക്കുകയാണ്. ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ ഒരു കപ്പലും ഇതിലെ കടത്തിവിടില്ല എന്നാണ് ഇറാൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിന് മറുപടിയായിട്ട് അമേരിക്ക ഇറാനിലെ 140 മിലിറ്ററി ടാർഗറ്റുകളിൽ ബോംബ് വർഷിച്ചു കഴിഞ്ഞു. എന്താണ് മിഡിൽ ഈസ്റ്റിൽ യഥാർത്ഥത്തിൽ നടക്കുന്നത്? ഇറാന്റെ ഈ ഹിറ്റ് ലിസ്റ്റിൽ ഉള്ളത് ആരൊക്കെയാണ്? നമുക്ക് വിശദമായിട്ടൊന്ന് നോക്കാം. നമുക്ക് ആദ്യം തന്നെ ഇറാന്റെ ആ ഒരു ഞെട്ടിക്കുന്ന റിവെഞ്ച് ലിസ്റ്റിലേക്ക് വരാം. ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ നിന്ന് പുറത്തിറങ്ങുന്ന അവിടുത്തെ ഔദ്യോഗിക ഭരണകൂടത്തിന്റെ പിന്തുണയുള്ള പ്രമുഖ പത്രമായിട്ടുള്ള ഹാംഷഹ്രിയാണ് ഈ ഭീകരമായിട്ടുള്ള ഇൻഫോഗ്രാഫിക് പുറത്തുവിട്ടിരിക്കുന്നത്. ഫെബ്രുവരി 28 നടന്ന US ഇസ്രായേൽ സംയുക്ത ആക്രമണത്തിൽ ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടിരുന്നു. അതിനുശേഷമുള്ള ഏറ്റവും വലിയ ഡെവലപ്മെന്റ്സ് ആണ് ഇപ്പോൾ നടക്കുന്നത്. അലി ഖമേനിയുടെ മകനും പുതിയ സുപ്രീം ലീഡറുമായിട്ടുള്ള മുജ്തബ ഖമേനി ഈ കഴിഞ്ഞ ശനിയാഴ്ച തന്റെ ആദ്യത്തെ പരസ്യ സന്ദേശം പുറത്തുവിട്ടു. പ്രതികാരം എന്നത് ഞങ്ങളുടെ ജനങ്ങളുടെ ആഗ്രഹമാണ്, അത് നടപ്പിലാക്കുക തന്നെ ചെയ്യും. ഈ ലിസ്റ്റിലുള്ള ക്രിമിനലുകൾ സ്വന്തം കിടക്കയിൽ കിടന്ന് സമാധാനത്തോടെ മരിക്കാമെന്ന് വിചാരിക്കേണ്ട, ആ ആഗ്രഹവും കൊണ്ടേ അവർ ശവക്കുഴിയിലേക്ക് പോകൂ എന്നാണ് മുജ്തബ ഖമേനി പറഞ്ഞത്. ഇതോടെയാണ് പത്രം 13 നേതാക്കളുടെ ഫോട്ടോ സഹിതം ലിസ്റ്റ് പുറത്തുവിട്ടത്. ആരൊക്കെയാണ് ഈ ലിസ്റ്റിലുള്ള പ്രധാനികളെന്നൊന്ന് പരിശോധിക്കാം. ആദ്യത്തെ ആള് ഡൊണാൾഡ് ട്രംപ് ആണ്, US പ്രസിഡന്റ്. ഇനി ബെന്യാമിൻ നെതന്യാഹു, ഇസ്രായേൽ പ്രധാനമന്ത്രി. അടുത്തത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ ആണ്. ഇനി വരുന്നത് US സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മാർക്കോ റൂബിയോ, US ഡിഫൻസ് സെക്രട്ടറി പീറ്റ് ഹെക്സെത്ത് ഉണ്ട്. ഇമാനുവൽ മാക്രോൺ ഫ്രഞ്ച് പ്രസിഡന്റ്, അതുപോലെ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി, അത് കഴിഞ്ഞ് ഫ്രീഡറിക് മെർസ് ജർമ്മൻ ചാൻസലർ. യൂറോപ്യൻ രാജ്യങ്ങൾ തങ്ങളുടെ ആകാശപാത അമേരിക്കൻ യുദ്ധവിമാനങ്ങൾക്ക് തുറന്നു കൊടുത്തുവെന്നും ഇറാനെതിരെയുള്ള ആക്രമണത്തിന് കൂട്ടുനിന്നു എന്നുമാണ് ഇറാന്റെ പ്രധാന ആരോപണം. അതുകൊണ്ട് തന്നെയാണ് യൂറോപ്യൻ ലീഡേഴ്സും ഈ ഒരു ലിസ്റ്റിൽ വന്നത്. ഔദ്യോഗികമായിട്ട് ഇതൊരു ഗവൺമെന്റ് ലിസ്റ്റ് ആണ് എന്ന് ഇറാൻ പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും ഗവൺമെന്റ് നിയന്ത്രണത്തിലുള്ള പത്രം ഇത് പുറത്തുവിട്ടത് ലോകരാജ്യങ്ങളെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്. ഇനി ഇതിനേക്കാൾ ഗുരുതരമായിട്ടുള്ള രണ്ടാമത്തെ പ്രശ്നത്തിലേക്ക് വരാം. അത് സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് അടച്ചുപൂട്ടിയ ഇറാന്റെ നടപടിയാണ്. ലോകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ക്രൂഡ് ഓയിലിന്റെയും നാച്ചുറൽ ഗ്യാസിന്റെയും ഭൂരിഭാഗവും കടന്നു പോകുന്ന അതീവ തന്ത്രപ്രധാനമായ ഒരു ഇന്റർനാഷണൽ വാട്ടർവേ ആണിത്. ഇറാൻ അനുമതിയില്ലാത്ത റൂട്ടിലൂടെ സഞ്ചരിച്ചു എന്ന് പറഞ്ഞ് ഒരു കമേഴ്ഷ്യൽ കണ്ടെയ്നർ കപ്പലിന് നേരെ വെടിയുതിർക്കുകയും അത് കത്തിക്കുകയും ചെയ്തതോടെയാണ് പ്രശ്നങ്ങൾ വീണ്ടും വഷളായത്. ഇതിന് തൊട്ടു പിന്നാലെ ഇറാൻ പ്രഖ്യാപിച്ചു സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ പൂർണ്ണമായും ക്ലോസ് ചെയ്തിരിക്കുകയാണ്. തങ്ങൾക്ക് മാത്രമായിരിക്കും ഇനി ഇതിന്റെ കൺട്രോൾ എന്നും പോകുന്ന കപ്പലുകളിൽ നിന്ന് ടാക്സ് ഈടാക്കുമെന്നും വരെ ഇറാൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇനി അത് പറഞ്ഞത് പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഖലിബാഫ് ആണ് ഈ ഒരു മുന്നറിയിപ്പ് നൽകിയത്. നിങ്ങളുടെ വാക്ക് പാലിക്കുക അല്ലെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരുമെന്നാണ് ഖലിബാഫ് പറഞ്ഞത്.
എന്നാൽ അമേരിക്ക ഇത് വെറുതെ കണ്ടു നിന്നില്ല. US സെൻട്രൽ കമാൻഡ് സെൻകോം ഉടനടി കടുത്ത തിരിച്ചടി നൽകി. കഴിഞ്ഞ 3 ദിവസങ്ങളിലായിട്ട് ഇറാനിലെ മിസൈൽ ഡ്രോൺ ലോഞ്ച് സൈറ്റുകളും ആയുധപുരകളും ഉൾപ്പെടെ ഏകദേശം 140 മിലിറ്ററി ടാർഗറ്റുകളിൽ അമേരിക്ക വൻ ബോംബിംഗ് നടത്തി. ഇറാൻ ഈ ഒരു വഴി അടച്ചു എന്ന് പറയുന്നുണ്ടെങ്കിലും കപ്പലുകൾ ഇപ്പോഴും സുരക്ഷിതമായിട്ട് കടന്നു പോകുന്നുണ്ട് എന്നാണ് ട്രംപിന്റെ അവകാശവാദം. ഇനി നമുക്ക് ഇതിന്റെ ഏറ്റവും പുതിയ ഗൗരവമേറിയ ഒരു അപ്ഡേറ്റിലേക്ക് വരാം. അമേരിക്കൻ ആക്രമണത്തിന് മറുപടിയായിട്ട് ഇറാൻ ഇപ്പോൾ യുദ്ധം മറ്റ് ഗൾഫ് രാജ്യങ്ങളിലേക്കും വ്യാപിച്ചിരിക്കുകയാണ്. അമേരിക്കൻ മിലിറ്ററി ബേസുകൾ ഹോസ്റ്റ് ചെയ്യുന്ന, അതായത് US സൈന്യത്തിന് താവളം ഒരുക്കുന്ന രാജ്യങ്ങൾക്ക് നേരെയാണ് ഇറാന്റെ റെവല്യൂഷണറി ഗാർഡ് മിസൈലുകളും ഡ്രോണുകളും അയക്കുന്നത്. ബഹ്റൈൻ, കുവൈറ്റ്, ഖത്തർ, ജോർദൻ, ഒമാൻ എന്നീ രാജ്യങ്ങളിലെ US റേഡാർ കേന്ദ്രങ്ങളും ആയുധപുരകളും ലക്ഷ്യമിട്ടിട്ടാണ് ഇറാന്റെ ആക്രമണം. UAE തങ്ങളുടെ എയർ ഡിഫൻസ് സിസ്റ്റം ഉപയോഗിച്ച് ഇറാന്റെ മിസൈലുകൾ തകർത്തതായും റിപ്പോർട്ടുകളുണ്ട്. ഒമാന്റെ 2 റീജിയനുകളിൽ ഡ്രോൺ ആക്രമണം ഉണ്ടായതിനെ തുടർന്ന് ഒമാൻ ഗവൺമെന്റ് ഇറാന്റെ അംബാസിഡറെ വിളിപ്പിച്ച് കടുത്ത പ്രതിഷേധം അറിയിച്ചു കഴിഞ്ഞു. അവിടെയുള്ള അമേരിക്കൻ പൗരന്മാരോട് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറാൻ US എംബസി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ മാസമാണ് ഇരുപക്ഷവും തമ്മിൽ മിഡിൽ ഈസ്റ്റിൽ ഒരു താൽക്കാലിക വെടിനിർത്തൽ, ഒരു സീസ് ഫയർ എഗ്രിമെന്റ് ഉണ്ടാക്കിയത്. 60 ദിവസത്തെ ഈ ഒരു ഇടക്കാല കരാർ വഴി സമാധാനം കൊണ്ടുവരാൻ ഒമാന്റെയും ഖത്തറിന്റെയും നേതൃത്വത്തിൽ തീവ്ര ശ്രമം നടക്കുകയായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസത്തെ ഈ ഒരു അറ്റാക്ക് സീരീസോടെ ഈ ഒരു വെടിനിർത്തൽ കരാർ പൂർണ്ണമായും തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് നടത്തിയ എല്ലാ നയതന്ത്ര ശ്രമങ്ങളും അമേരിക്കയുടെ ഈ ക്രൂരമായ ആക്രമണത്തോടെ പരാജയപ്പെട്ടു എന്നാണ് ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയം കുറ്റപ്പെടുത്തുന്നത്. കാര്യങ്ങൾ ഇപ്പോൾ വളരെ സീരിയസ് ആണ്. ഒരു വശത്ത് ലോക നേതാക്കളെ വധിക്കുമെന്ന ഇറാന്റെ ഭീഷണി, മറുവശത്ത് ലോകത്തിന്റെ ഇക്കണോമിയെ തന്നെ തകിടം മറിക്കാൻ ശേഷിയുള്ള സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് ബ്ലോക്കേഡ്. ഇതിനിടയിൽ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പടരുന്ന യുദ്ധം. ഈ ഒരു പ്രതിസന്ധി അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുതിച്ചുയരാനും വൻ ആഗോള പണപ്പെരുപ്പത്തിനും കാരണമായേക്കാം. ഒരു മുൻ അണ്ടർഗ്രൗണ്ട് റാപ്പർ, സ്ട്രക്ചറൽ എഞ്ചിനീയർ, യുവാക്കളുടെ സ്വന്തം ഐക്കൺ. കഴിഞ്ഞ മാർച്ചിൽ നേപ്പാളിന്റെ ചരിത്രത്തിൽ വൻ അട്ടിമറി ജയം നേടി അധികാരത്തിൽ വന്ന 35-കാരനായ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷാ അഥവാ ബാലേൻ ഷാ പദവിയിലിരുന്ന് ഏതാനും മാസങ്ങൾ തികയുമ്പോൾ അതേ യുവാക്കൾ അദ്ദേഹത്തിന്റെ വീട്ടുപടിക്കൽ കൊലവിളിയുമായിട്ട് നിൽക്കുകയാണ്. അതെ, നേപ്പാളിന് കത്തുകയാണ്. ഗവൺമെന്റിന്റെ ക്രൂരമായ നടപടികളിൽ പ്രതിഷേധിച്ച് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ 3 യുവാക്കളാണ് പൊതുമധ്യത്തിൽ സ്വയം തീ കൊളുത്തിയത്. അതിൽ 2 പേർ മരണപ്പെട്ടു. ജനങ്ങളെ മാറ്റി പാർപ്പിക്കാതെ ചേരികൾ പൊളിച്ചു നീക്കിയതും പാവപ്പെട്ട റൈഡേഴ്സിനെ പോലീസ് വേട്ടയാടിയതുമാണ് ഈ ഒരു ജെൻസി വിപ്ലവത്തിന് കാരണം. ഒരു കാലത്ത് ബാലനെ അധികാരത്തിലേറ്റിയ അതേ ജെൻസി യുവാക്കൾ ഇന്ന് അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെടുകയാണ്. നേപ്പാളിൽ എന്താണ് യഥാർത്ഥത്തിൽ നടക്കുന്നതെന്ന് ഒന്ന് നോക്കാം. ഈ പുതിയ ജനകീയ പ്രക്ഷോഭത്തിന്റെ മെയിൻ തീപ്പൊരി പടർന്നത് കഠ്മണ്ഡുവിലെ പാസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് ഓഫീസിന് മുന്നിൽ വെച്ചാണ്. 25 വയസ്സുള്ള ഗണേഷ് നേപ്പാളി എന്ന ആപ്പ് ബേസ്ഡ് ഡ്രൈവർ മെട്രോപൊളിറ്റൻ പോലീസിന്റെ പീഡനം സഹിക്കവയ്യാതെ തന്റെ ബൈക്കിന് മുകളിൽ പെട്രോൾ ഒഴിച്ച് സ്വയം തീ കൊളുത്തുകയായിരുന്നു. ദുബായിലേക്ക് ജോലിക്കായിട്ട് പോകാൻ തയ്യാറെടുക്കുകയും ഒപ്പം ഗവൺമെന്റ് പരീക്ഷകൾക്ക് പഠിക്കുകയും ചെയ്തിരുന്ന സാധാരണക്കാരനായ ഒരു യുവാവായിരുന്നു ഗണേഷ്. കഴിഞ്ഞ ആഴ്ച ഇയാളുടെ ബൈക്ക് പോലീസ് ബ്ലോക്ക് ചെയ്യുകയും 1000 രൂപ പിഴ ഈടാക്കുകയും ചെയ്തിരുന്നു. വീണ്ടും കഴിഞ്ഞ വ്യാഴാഴ്ച പോലീസ് ഇയാളുടെ ബൈക്കിന്റെ വീലുകൾ ലോക്ക് ചെയ്തു. വീണ്ടും ഫൈൻ അടയ്ക്കാൻ പണമില്ലാതെ വണ്ടി കൊണ്ടുപോകാൻ അനുവദിക്കാതെ പോലീസ് സമ്മർദ്ദം ചെലുത്തിയപ്പോഴാണ് ആ യുവാവ് ഈ ഒരു കടും കൈ ചെയ്തത്. 60% പൊള്ളലേറ്റ ഗണേഷ് ആശുപത്രിയിൽ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. വെറുമൊരു ആത്മഹത്യയല്ല ഇത്. പാവപ്പെട്ട ജനങ്ങളെ പിഴിഞ്ഞുകൂട്ടി ജീവിക്കാൻ അനുവദിക്കാത്ത ക്രൂരമായ ഭരണകൂട വ്യവസ്ഥയ്ക്കെതിരെയുള്ള പ്രതിഷേധമായിരുന്നു അത്. പോലീസുകാർ ഇയാളെ പൊള്ളലേറ്റ നിലയിലും നടത്തിച്ചു കൊണ്ടുപോകുന്ന വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെയാണ് ജനരോഷം ഉയർന്നത്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. നേപ്പാളിലെ ഈ പ്രക്ഷോഭങ്ങൾക്ക് പിന്നിൽ മറ്റൊരു പ്രധാന കാരണം കൂടിയുണ്ട്. സ്ക്വാട്ടർ എവിക്ഷൻ ഡ്രൈവ്, അതായത് നഗരത്തിലെ ഭൂരഹിതരായ പാവപ്പെട്ടവരുടെ ചേരികൾ ഒഴിപ്പിക്കുന്ന ഒരു നടപടി. കാഠ്മണ്ഡു മേയറായിരുന്ന കാലം തൊട്ട് ബാലൻ ഷാ നഗരം വൃത്തിയാക്കാനും അനധികൃത നിർമ്മാണങ്ങൾ പൊളിച്ചു മാറ്റാനുമുള്ള തീവ്ര ശ്രമത്തിലായിരുന്നു. പക്ഷേ പാവപ്പെട്ട ജനങ്ങൾക്ക് കൃത്യമായ ഒരു പുനരധിവാസം നൽകാതെയാണ് ഇവരുടെ വീടുകൾ JCB വെച്ച് ഇടിച്ചു നിരത്തിയത്. ഇനി ഇവർ താമസിപ്പിച്ച കീർത്തിപൂരിലെ താൽക്കാലിക ഹോൾഡിംഗ് സെന്ററുകൾ ശരിക്കും നരകതുല്യമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയിൽ ഈ ക്യാമ്പുകൾക്കുള്ളിൽ മുട്ടറ്റം വരെ വെള്ളം കയറി ആളുകൾ കുട്ടികളെയൊക്കെ എടുത്ത് വെള്ളത്തിൽ നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നതോടെ ജനങ്ങൾ ഒന്നടങ്കം തെരുവിലിറങ്ങി. അതുപോലെ മെയ്ദിഗറിൽ വൻ ജനകീയ പ്രതിഷേധമാണ് നടക്കുന്നത്. പുനരധിവാസം ഉറപ്പാക്കുക, അറസ്റ്റ് ചെയ്ത ആക്ടിവിസ്റ്റുകളെ വിട്ടയക്കുക എന്നിവയാണ് ഇവരുടെ പ്രധാന ഡിമാൻഡ്സ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഏറ്റവും പുതിയൊരു അപ്ഡേറ്റിലേക്ക് വരുമ്പോൾ ഈ ഒരു സംഭവത്തോടെ നേപ്പാൾ പാർലമെന്റിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരേപോലെ ബാലൻ ഷാ ഗവൺമെന്റിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. പ്രതിപക്ഷ MP ബസാന
മാർപ്പാപ്പ സഭയിൽ ചോദിച്ചത് പ്രധാനമന്ത്രി ദയവായിട്ട് ആ കറുത്ത കണ്ണട ഊരിമാറ്റൂ, ബസ്സുകൾക്ക് നീലച്ചായം അടിച്ചതുകൊണ്ട് മാത്രം ജനങ്ങൾക്ക് സുരക്ഷിതത്വം തോന്നില്ല, നീതിയും ജോലിയും നൽകുമ്പോഴാണ് ജനങ്ങൾക്ക് അതൊക്കെ അനുഭവപ്പെടുക എന്നാണ്. കൂടാതെ 2023 ഇതേപോലെ പ്രേം പ്രസാദ് ആചാര്യ എന്നൊരു യുവാവ് ആത്മഹത്യ ചെയ്തപ്പോൾ അന്നത്തെ മേയർ ബാലൻ ഷാ അതിനെ വിശേഷിപ്പിച്ചത് ഭരണകൂടത്തിന്റെ അങ്ങേയറ്റത്തെ പരാജയമെന്നാണ്. ഇന്ന് അതേ ചോദ്യം ജനങ്ങൾ ബാലന് നേരെ തിരിച്ചു ചോദിക്കുകയാണ്. നിലവിൽ ജനരോഷം തണുപ്പിക്കാൻ ഗവൺമെന്റ് ഗണേഷ് നേപ്പാളിയുടെ കുടുംബവുമായി ഒരു 9 പോയിന്റ് എഗ്രിമെന്റ് ഒപ്പുവെച്ചിട്ടുണ്ട്. അന്വേഷണത്തിനായിട്ട് മുൻ ജഡ്ജിയുടെ നേതൃത്വത്തിൽ സമിതിയെ നിയോഗിച്ചു. കുറ്റക്കാരായ 3 മെട്രോപൊളിറ്റൻ പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു. ഗണേഷിന്റെ ഭാര്യയ്ക്ക് ജോലിയും മകൾക്ക് വിദ്യാഭ്യാസവും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എങ്കിലും രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന തൊഴിലില്ലായ്മയും സാമ്പത്തിക പ്രതിസന്ധിയും കാരണം യുവാക്കളുടെ ഉള്ളിൽ കരിയുന്ന ആ ഒരു അമർഷം അത്ര പെട്ടെന്ന് അടങ്ങില്ല എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സോഷ്യൽ മീഡിയയിലൂടെയും ജനകീയ വിപ്ലവത്തിലൂടെയും ഉയർന്നു വന്ന ഒരു ലീഡർക്ക് അതേ സോഷ്യൽ മീഡിയയിലെ ജനക്കൂട്ടത്തെയും ജനവികാരത്തെയും നേരിടേണ്ടി വരുന്ന കാഴ്ചയാണ് നമ്മൾ നേപ്പാളിൽ കാണുന്നത്. ഒരു സിസ്റ്റം മാറ്റാൻ ഇറങ്ങി പുറപ്പെട്ട ബാലൻ ഷാ ഒടുവിൽ ആ പഴയ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് മാറിയോ എന്ന ചോദ്യമാണ് ജെൻസി ഇപ്പോൾ ചോദിക്കുന്നത്. ഒരു ഭൂപടം, അതിൽ ചൈന സ്വന്തമായിട്ട് വരച്ചുണ്ടാക്കിയ 9 ലൈൻസ്. ഈ ലൈൻസ് കാണിച്ചിട്ട്, ഈ വരകൾ കാണിച്ചിട്ട് അവർ പറയുന്നു, ഈ കാണുന്ന കടൽ മുഴുവൻ ഞങ്ങളുടേതാണ്. എന്നാൽ ഇതാ ആ ഭൂപടം കീറിയെറിഞ്ഞ് ലോകത്തെ 14 വമ്പൻ രാജ്യങ്ങൾ ഒന്നിച്ച് പ്രഖ്യാപിച്ചിരിക്കുന്നു, സൗത്ത് ചൈന സീ, സൗത്ത് ചൈന കടൽ നിങ്ങളുടെ തറവാട്ട് വകയല്ല. ഈ അവകാശവാദത്തിന് ഒരു അന്താരാഷ്ട്ര നിയമ സാധുതയുമില്ല. അതെ, ഗ്ലോബൽ പൊളിറ്റിക്സിനെ പിടിച്ചുലയ്ക്കുന്ന വൻ പ്രതിസന്ധിയാണ് സൗത്ത് ചൈന കടലിൽ രൂപപ്പെട്ടിരിക്കുന്നത്. ചരിത്ര പ്രസിദ്ധമായ ഒരു ഇന്റർനാഷണൽ റൂളിംഗിന്റെ 10ാം വാർഷികത്തിൽ അമേരിക്കയും ജപ്പാനും ബ്രിട്ടനും അടങ്ങുന്ന 14 രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും ഒന്നിച്ച് ചൈനയെ തള്ളിപ്പറഞ്ഞു. പ്രകോപിതരായ ചൈന ജപ്പാന്റെ നയതന്ത്ര പ്രതിനിധിയെ വിളിപ്പിച്ച് കടുത്ത ഭാഷയിൽ ഭീഷണിപ്പെടുത്തി കഴിഞ്ഞു. എന്താണ് ഈ സൗത്ത് ചൈന കടലിലെ തർക്കം? 14 രാജ്യങ്ങൾ ചൈനയ്ക്കിട്ട് കൊടുത്ത ആ ഒരു പണി എന്താണെന്ന് നോക്കാം. നമുക്ക് ആദ്യം തന്നെ എന്താണ് സംഭവിച്ചത് എന്ന് നോക്കാം. കൃത്യമായിട്ട് പറഞ്ഞാൽ ജൂലൈ 12-നായിരുന്നു ആ ചരിത്രപരമായ ദിവസം. 2016 ജൂലൈ 12-ന്, അതായത് 10 വർഷങ്ങൾക്ക് മുന്നേ ഹേഗിലെ പെർമനന്റ് കോർട്ട് ഓഫ് ആർബിട്രേഷൻ ചൈനയ്ക്കെതിരെ ഒരു ലാൻഡ്മാർക്ക് വിധി പുറപ്പെടുവിച്ചിരുന്നു. ചൈന പറയുന്ന ചരിത്രപരമായ അവകാശവാദങ്ങൾക്ക് ഒരു നിയമസാധുതയുമില്ല എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ആ വിധി. ഈ 10ാം വാർഷികത്തിലാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, യുണൈറ്റഡ് കിങ്ഡം, ഫിലിപ്പൈൻസ്, ജപ്പാൻ, ഓസ്ട്രേലിയ, കാനഡ, ജർമ്മനി, ഇറ്റലി, ന്യൂസിലൻഡ്, ഒപ്പം ബോൾട്ടിക് രാജ്യങ്ങളായിട്ടുള്ള എസ്റ്റോണിയ, ലാത്വിയ, ലിത്വാനിയ കൂടാതെ റൊമേനിയ, സ്ലോവേനിയ എന്നീ 14 രാജ്യങ്ങൾ ഒന്നിച്ച് ഒരു ജോയിന്റ് സ്റ്റേറ്റ്മെന്റ് പുറപ്പെടുവിച്ചത്. അവർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, UNCLOS, അതായത് യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഓൺ ദി ലോ ഓഫ് ദി സീ, ഐക്യരാഷ്ട്രസഭയുടെ കടൽ നിയമം പ്രകാരം 2016 വിധി അന്തിമമാണ്. അത് നിയമപരമായിട്ട് ചൈന പാലിക്കാൻ ബാധ്യസ്ഥരാണ്. ചൈനയുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ ഏകപക്ഷീയമായ നീക്കങ്ങളെയും തങ്ങൾ ശക്തമായിട്ട് എതിർക്കുന്നു എന്നും ഈ ഒരു സഖ്യം പ്രഖ്യാപിച്ചു. ഇതിനു പുറമെ 27 രാജ്യങ്ങൾ അടങ്ങുന്ന യൂറോപ്യൻ യൂണിയൻ പ്രത്യേകമായിട്ട് മറ്റൊരു സ്റ്റേറ്റ്മെന്റിലൂടെ ഈ വിധിയെ പൂർണ്ണമായും പിന്തുണച്ചു. അതായത് ചൈന ലോകത്ത് ഒറ്റപ്പെടുന്ന അവസ്ഥ. ഇത്രയും വലിയൊരു തിരിച്ചടി കിട്ടിയാൽ ചൈന വെറുതെ ഇരിക്കില്ലല്ലോ. ഇല്ല, അവർ ഉടനടി തന്നെ കടുത്ത ഭാഷയിൽ പ്രതികരിച്ചു. ബീജിംഗിലെ ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം ജപ്പാന്റെ ചീഫ് മിനിസ്റ്ററെ അടിയന്തരമായിട്ട് വിളിപ്പിച്ചു. ജപ്പാൻ അന്താരാഷ്ട്ര നിയമങ്ങളെ വെല്ലുവിളിക്കുന്നുവെന്നും പ്രാദേശിക സമാധാനം തകർക്കുന്നുവെന്നും ആരോപിച്ച് ചൈന തങ്ങളുടെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞത്, ഈ ട്രൈബ്യൂണൽ വിധി നിയമവിരുദ്ധവും അസാധുവുമാണ്. ചൈന ഇത് അംഗീകരിക്കുന്നില്ല. ജപ്പാൻ ഈ വിഷയത്തിൽ ഒരു കക്ഷിയേ അല്ല, പിന്നെ എന്തിനാണ് ഇതിൽ ഇടപെടുന്നത്? അത്രമാത്രമല്ല, ചൈന വളരെ തരം താണ ഒരു ഹിസ്റ്റോറിക്കൽ അറ്റാക്ക് കൂടി ജപ്പാന് നേരെ നടത്തി. 2ാം ലോക മഹായുദ്ധ കാലത്തെ ജപ്പാന്റെ അധിനിവേശ ചരിത്രത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ചൈന പറഞ്ഞു, ജപ്പാൻ വീണ്ടും നിയോ മിലിറ്ററിസം, അതായത് പുതിയ സൈനിക അധിനിവേശ അജണ്ടയുമായിട്ടാണ് വരുന്നത്. ലോകരാജ്യങ്ങൾ ജപ്പാനെതിരെ ജാഗ്രത പാലിക്കണം. സ്വന്തം തട്ടകത്തിൽ പ്രതിരോധത്തിലായപ്പോൾ പഴയ ചരിത്രം പറഞ്ഞ് രക്ഷപ്പെടാനാണ് ഇവിടെ ചൈന ശ്രമിക്കുന്നത് എന്ന് ചുരുക്കം. ഇനി ഇതിന്റെ ഏറ്റവും പുതിയ ഗ്രൗണ്ട് റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ എന്തുകൊണ്ടാണ് ഈ 14 രാജ്യങ്ങൾ ഇപ്പോൾ ഇത്രയും കടുത്ത നിലപാടെടുത്തത് എന്ന് നോക്കണം. കാരണം സൗത്ത് ചൈന സീയിൽ ചൈനയുടെ ഗുണ്ടായിസം ഇപ്പോൾ പരിധി വിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് ഫിലിപ്പീൻസ്, വിയറ്റ്നാം, മലേഷ്യ, ബ്രൂണൈ തുടങ്ങിയ രാജ്യങ്ങളുടെ കപ്പലുകളെ ചൈനീസ് കോസ്റ്റ് ഗാർഡും അവരുടെ മിലിഷയും ഒക്കെ ക്രൂരമായിട്ട് വേട്ടയാടുകയാണ്. അതിശക്തമായ വാട്ടർ കാനൺസ് ഉപയോഗിച്ച് കപ്പലുകൾ തകർക്കുക, ഫിലിപ്പീൻസ് നാവികരുടെ കാഴ്ചശക്തി താൽക്കാലികമായിട്ട് ഇല്ലാതാക്കുന്ന മിലിറ്ററി ഗ്രേഡ് ഉപയോഗിക്കുക, മനഃപൂർവ്വം കപ്പലുകൾ കൊണ്ടുപോയി ഇടിപ്പിക്കുക എന്നിവ ചൈന സ്ഥിരമാക്കിയിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കപ്പൽ വ്യാപാര റൂട്ടുകളിൽ ഒന്നാണിത്.
ചൈന ഇത് പൂർണ്ണമായും കൈക്കലാക്കിയാൽ ആഗോള സാമ്പത്തിക രംഗം അവരുടെ കൈപ്പിടിയിലാകും. അതുകൊണ്ട് തന്നെയാണ് അമേരിക്കയും സഖ്യകക്ഷികളും ഫിലിപ്പീൻസിന് കടുത്ത പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഫിലിപ്പീൻസിന് നേരെ ഒരു സൈനിക ആക്രമണം ഉണ്ടായാൽ അമേരിക്കൻ സൈന്യം നേരിട്ട് യുദ്ധത്തിൽ ഇടപെടുമെന്ന് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ചുരുക്കത്തിൽ ഒരു കാര്യം വളരെ ക്ലിയർ ആണ്. ചൈന തങ്ങളുടെ 9 ലൈൻ അവകാശവാദത്തിൽ നിന്ന് ഒരടി പോലും പിന്നോട്ടില്ല എന്ന് വ്യക്തമാക്കുമ്പോൾ ലോകരാജ്യങ്ങൾ ചൈനയെ സാമ്പത്തികമായും നയതന്ത്രപരമായും വളയാൻ തുടങ്ങിയിരിക്കുന്നു. മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങൾക്ക് പിന്നാലെ ദക്ഷിണ ചൈന കടലും ഒരു വലിയ യുദ്ധകളമായി മാറാനുള്ള എല്ലാ ലക്ഷണങ്ങളും കാണുന്നുണ്ട്. ഡ്രാഗൺ രാജ്യത്തിന്റെ ഈ അഹങ്കാരത്തിന് മുന്നിൽ ലോകം മുട്ടുമടക്കുമോ അതോ ചൈനയെ അവർ നിലയ്ക്ക് നിർത്തുമോ? കണ്ടറിയാം. പാലക്കാട് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് എന്താണ്? പച്ചപ്പും ഹരിതാഭയും അതുപോലെ കരിമ്പനയും ചൂടും കൽപ്പാത്തി രഥോത്സവവും ഒക്കെയാണ്. എന്നാൽ ഇനി മുതൽ അത് മാത്രമല്ല, ലോക ചരിത്രത്തിൽ ഒരു നാസ ശാസ്ത്രജ്ഞനോ ഒരു ബഹിരാകാശ ഗവേഷകനോ ഓർക്കാൻ പോകുന്ന ഇന്ത്യയിലെ ഒരേ ഒരു ജില്ലയായിട്ട് നമ്മുടെ സ്വന്തം പാലക്കാട് മാറാൻ പോവുകയാണ്. ഒരു വശത്ത് നാസയുടെ ബഹിരാകാശ ദൗത്യത്തിനായിട്ട് നാളെ, അതായത് ജൂലൈ 14 അമേരിക്കൻ സമയം പ്രകാരമാണ് കുതിച്ചുയരാൻ തയ്യാറെടുക്കുന്ന ഡോക്ടർ അനിൽ മേനൻ. മറുവശത്ത് 2024 ലോകത്തെ ആദ്യത്തെ കൊമേഴ്ഷ്യൽ സ്പേസ് വാക്ക് നടത്തി ചരിത്രം കുറിച്ച അദ്ദേഹത്തിന്റെ ഭാര്യ അന്ന മേനൻ. ഇതിനൊക്കെ പുറമെ ഇന്ത്യയുടെ സ്വന്തം അഭിമാനമായ ഗഗൻയാൻ ദൗത്യത്തിന്റെ തലവനായ ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. ഈ 3 പേർക്കും ഒരൊറ്റ കണക്ഷനാണുള്ളത്: കേരളത്തിലെ പാലക്കാട് ജില്ല. ഇത് വെറും ഒരു വാർത്തയല്ല, ദൈവത്തിന്റെ സ്വന്തം നാട് പ്രപഞ്ചത്തിന്റെ അറ്റത്തോളം എഴുതി ചേർക്കുന്ന ഒരു വിജയഗാഥയാണ്. ലോകത്തിലെ വലിയ വലിയ വികസിത രാജ്യങ്ങളിലെ വലിയ വലിയ നഗരങ്ങൾക്ക് പോലും അവകാശപ്പെടാനില്ലാത്ത ഒരു അപൂർവ റെക്കോർഡാണ് ഇപ്പോൾ പാലക്കാടിന് സ്വന്തമായിരിക്കുന്നത്. 3 പ്രമുഖ ബഹിരാകാശ യാത്രികരുമായിട്ടാണ് ഈ ഒരൊറ്റ ജില്ല ഇപ്പോൾ ബന്ധപ്പെട്ടിരിക്കുന്നത്. ആദ്യത്തെ ആളെന്ന് പറയുന്നത് പാലക്കാട് ഒലവക്കോട് സ്വദേശിയായ എയർ കമോഡോർ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. ഇസ്രോയുടെ ചരിത്രപരമായ ഗഗൻയാൻ ദൗത്യത്തിനായിട്ട് ഇന്ത്യ തെരഞ്ഞെടുത്ത 4 ആസ്ട്രോനോട്ട്സിൽ പ്രധാനിയാണ് അദ്ദേഹം. ഹ്യൂസ്റ്റണിൽ വെച്ച് നാസയുടെ ആസ്ട്രോനോട്ട്സിനൊപ്പം അദ്ദേഹം ട്രെയിനിങ് നേടിയിട്ടുണ്ട്. അനിൽ മേനന്റെ ഈ ഒരു വലിയ ദൗത്യത്തിന് തൊട്ടു മുൻപ് പ്രശാന്ത് നായർ ഹ്യൂസ്റ്റണിൽ നിന്ന് വളരെ വൈകാരികമായ ഒരു ആശംസാ സന്ദേശം അറിയിച്ചിരുന്നു. അത് സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗമാണ്. ഇനി രണ്ടാമത്തെയും മൂന്നാമത്തെയും ആളുകൾ എന്ന് പറയുന്നത് ദമ്പതികളാണ്. നാസയുടെ ആസ്ട്രോനോട്ടായ ഡോക്ടർ അനിൽ മേനനും അദ്ദേഹത്തിന്റെ ഭാര്യയും സ്പേസ് എക്സിന്റെ ലീഡ് സ്പേസ് എഞ്ചിനീയറുമായിട്ടുള്ള അന്ന മേനനും. അനിൽ മേനന്റെ പിതാവ് പാലക്കാട് ഒറ്റപ്പാലം സ്വദേശിയാണ്, അമ്മ യുക്രൈൻ സ്വദേശിയും. അമേരിക്കയിലാണ് അനിൽ ജനിച്ച് വളർന്നതെങ്കിലും സ്വന്തം വേരുകൾ അദ്ദേഹം ഒരിക്കലും മറന്നിട്ടില്ല. ഇപ്പോൾ മനസ്സിലായില്ല എന്തുകൊണ്ടാണ് പാലക്കാട് ബഹിരാകാശ ലോകത്തിന്റെ ചർച്ചാ വിഷയമായി മാറിയതെന്ന്. ഇനി നാളെ ബഹിരാകാശത്തേക്ക് കുതിക്കുന്ന ഡോക്ടർ അനിൽ മേനന്റെ പ്രൊഫൈൽ എടുത്തു നോക്കിയാൽ ശരിക്കും അത്ഭുതം തോന്നും. വെറും ഒരു സയന്റിസ്റ്റ് മാത്രമല്ല അദ്ദേഹം. ഹോവാർഡിൽ നിന്ന് ന്യൂറോബയോളജിയിൽ ബിരുദവും അതുപോലെ സ്റ്റാൻഫോർഡിൽ നിന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ മാസ്റ്റേഴ്സും ഒപ്പം മെഡിക്കൽ ബിരുദവും MDയും നേടിയ ഒരു എമർജൻസി മെഡിസിൻ ഫിസിഷ്യനാണ് അദ്ദേഹം. അതുമാത്രമല്ല US സ്പേസ് ഫോഴ്സിലെ ഒരു കേണൽ കൂടിയാണ് ഡോക്ടർ അനിൽ. ഇതിനു മുൻപ് US എയർഫോഴ്സിന്റെ ഭാഗമായിട്ട് അഫ്ഗാനിസ്ഥാനിലെ യുദ്ധമുഖത്ത് അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഹിമാലയൻ റെസ്ക്യൂ അസോസിയേഷന്റെ ഭാഗമായിട്ട് മൗണ്ട് എവറസ്റ്റിലെ ക്ലൈംബേഴ്സിന് അടിയന്തര ചികിത്സ നൽകാനും അദ്ദേഹം മുന്നിലുണ്ടായിരുന്നു. ഇന്ത്യയുമായും അനിൽ മേനന് അടുത്ത ബന്ധമുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് ഒരു റോട്ടറി സ്കോളർഷിപ്പ് വഴി ഇന്ത്യയിലെത്തി പോളിയോ നിർമ്മാർജ്ജന ക്യാമ്പുകളിൽ അദ്ദേഹം സജീവമായിട്ട് പ്രവർത്തിച്ചിരുന്നു. 2014 ഒരു ഫ്ലൈറ്റ് സർജനായാണ് അദ്ദേഹം നാസയിൽ കരിയർ ആരംഭിക്കുന്നത്. പിന്നീട് സ്പേസ് എക്സിൽ ചേരുകയും എലോൺ മസ്കിന്റെ സ്വപ്ന പദ്ധതിയായ സ്റ്റാർഷിപ്പ് റോക്കറ്റിന്റെ മെഡിക്കൽ പ്രോഗ്രാം ബിൽഡ് ചെയ്യാൻ നേതൃത്വം നൽകുകയും ചെയ്തു. ഒടുവിൽ 2021 നാസ അദ്ദേഹത്തെ തങ്ങളുടെ ഒഫീഷ്യൽ ആസ്ട്രോനോട്ട് കാൻഡിഡേറ്റ് ആയിട്ട് തിരഞ്ഞെടുത്തു. ഇനി ഇതിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റിലേക്ക് വരുമ്പോൾ കസാഖിസ്ഥാനിലെ ബൈക്കുനൂർ കോസ്മോഡ്രോമിൽ നിന്ന് റഷ്യയുടെ സോയൂസ് MS-29 പേടകത്തിലാണ് അനിൽ മേനൻ നാളെ ബഹിരാകാശത്തേക്ക് കുതിക്കുക. റഷ്യൻ ബഹിരാകാശ യാത്രികരായ പ്രോട്ട ഡ്യൂബ്രോവ്, അന്ന കീക്കിന എന്നിവരാണ് അദ്ദേഹത്തിനൊപ്പമുള്ളത്. ഏകദേശം 8 മാസക്കാലം 240 ദിവസങ്ങൾ അനിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ISS-ൽ ചിലവഴിക്കും. അവിടെ വെച്ച് വളരെ നിർണായകമായ ചില മെഡിക്കൽ റിസർച്ചുകൾക്കാണ് അദ്ദേഹം നേതൃത്വം നൽകുന്നത്. മൈക്രോഗ്രാവിറ്റി മനുഷ്യ ശരീരത്തിലെ രക്തചംക്രമണത്തെ എങ്ങനെ ബാധിക്കുന്നു എന്ന പഠനം, അതുപോലെ ബഹിരാകാശത്തെ കുടിവെള്ളത്തിൽ നിന്ന് തന്നെ ജീവൻ രക്ഷിക്കാനുള്ള മരുന്നുകൾ, അതായത് IV ഫ്ലൂയിഡ്സ് നിർമ്മിക്കാനുള്ള ടെക്നോളജിയുടെ ടെസ്റ്റിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഓഗ്മെന്റഡ് റിയാലിറ്റിയും ഉപയോഗിച്ചുള്ള അൾട്രാസൗണ്ട് സ്കാനിംഗ് എന്നിവയാണ് അദ്ദേഹത്തിന്റെ പ്രധാന റിസർച്ചുകൾ. ഇത് ഭാവിയിൽ ചൊവ്വയിലേക്കും ചന്ദ്രനിലേക്കുമുള്ള മനുഷ്യന്റെ യാത്രകൾക്ക് വലിയ സഹായകമാകും. ഇനി മറ്റൊരു രസകരമായ വസ്തുതയിലേക്ക് തിരിച്ചു വരാം. അനിലിന്റെ ഭാര്യ അന്ന മേനൻ 2024 സെപ്റ്റംബറിൽ സ്പേസ് എക്സിന്റെ ചരിത്രപരമായ പൊളാരിസ് ഡോൺ മിഷനിലൂടെ ഓൾറെഡി ബഹിരാകാശത്ത് പോയി വന്ന
വ്യക്തിയാണ്. അന്ന മേനന്റെ വേരുകളിലേക്ക് വന്നാൽ അന്ന മേനന്റെ കുടുംബത്തിന്റെ പശ്ചാത്തലവും വരുന്നത് നമ്മുടെ കേരളത്തിൽ നിന്നാണ്. അതും പാലക്കാട് ജില്ലയിൽ നിന്ന് തന്നെയാണ്. അന്നയുടെ മുത്തച്ഛൻ വർഷങ്ങൾക്ക് മുൻപ് പാലക്കാട്ട് നിന്നും അമേരിക്കയിലേക്ക് കുടിയേറിയ ആളായിരുന്നു. അമേരിക്കയിൽ ജനിച്ചു വളർന്ന അന്ന ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സ് കമ്പനിയിൽ ലീഡ് സ്പേസ് ഓപ്പറേഷൻസ് എഞ്ചിനീയർ ആയിട്ട് കരിയർ കെട്ടിപ്പടുത്തു. മിഷൻ കൺട്രോളറായി നിരവധി ഡ്രാഗൺ ബഹിരാകാശ പേടകങ്ങളുടെ വിക്ഷേപണത്തിന് ചുക്കാൻ പിടിച്ചതും അന്നയാണ്. അതായത് ഡോക്ടർ അനിലിന്റെ അച്ഛൻ വഴി ഒറ്റപ്പാലം കണക്ഷനും ഭാര്യ അന്നയുടെ അമ്മയുടെ കുടുംബം വഴി മറ്റൊരു പാലക്കാടൻ കണക്ഷനും. ലോകത്തിലെ ആദ്യത്തെ പ്രൈവറ്റ് സ്പേസ് വാക്ക് നടത്തിയ ചുരുക്കം ചില വനിതകളിൽ ഒരാളാണ് അന്ന. ബഹിരാകാശ ചരിത്രത്തിൽ ഇടം പിടിച്ച ലോകത്തിലെ തന്നെ അപൂർവം ഒരു പവർഫുൾ ആയിട്ടുള്ള സ്പേസ് കപ്പിൾ കൂടിയാണ് ഇവർ. കേരളത്തിന്റെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമെല്ലാം അനിൽ മേനന് ഇതിനോടകം തന്നെ ഔദ്യോഗികമായിട്ട് ആശംസകൾ നേർന്നു കഴിഞ്ഞു. ഒരു മലയാളി വേരുകളുള്ള മനുഷ്യൻ പ്രപഞ്ചത്തിന്റെ നിഗൂഢതകൾ തേടി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോകുമ്പോൾ ഓരോ മലയാളിക്കും ഇത് അഭിമാനത്തിന്റെ നിമിഷമാണ്. നാളത്തെ അദ്ദേഹത്തിന്റെ വിക്ഷേപണം നാസ പ്ലസിലും അവരുടെ ഔദ്യോഗിക യൂട്യൂബ് ചാനലിലും തത്സമയം കാണാം. ഇനി അടുത്തിടെ വന്ന ഒരു ഫസ്റ്റ് പോസ്റ്റ് റിപ്പോർട്ടിനെ കുറിച്ചുള്ള ഒരു അനാലിസിസ് ആണ്. ചൈനയുടെ കടന്നുകയറ്റങ്ങളെ തടയാൻ രൂപീകരിച്ച നമ്മളെല്ലാവരും ഏറെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കിയ ക്വാഡ് സഖ്യം തകരുകയാണ്. ഫസ്റ്റ് പോസ്റ്റ് പുറത്തുവിട്ട ഒരു റിപ്പോർട്ട് അനുസരിച്ച് പഴയ ക്വാഡ് സഖ്യം മരിക്കുകയാണ്. ഇനി വരാൻ പോകുന്നത് ഒരു പുതിയ ക്വാഡാണ്. അമേരിക്ക, ഇന്ത്യ, ജപ്പാൻ, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങൾ ചേർന്നതാണ് നിലവിലെ ക്വാഡ്. ചൈനയെ സാമ്പത്തികമായും സൈനികമായിട്ടും പ്രതിരോധിക്കുകയായിരുന്നു ഇതിന്റെ ലക്ഷ്യം. എന്നാൽ അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് വീണ്ടും അധികാരത്തിൽ വന്നതോടെ ഈ സഖ്യത്തിന്റെ താളം തെറ്റിയിരിക്കുകയാണ്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് മേൽ ട്രംപ് പ്രഖ്യാപിച്ച വൻ താരിഫ്സും സുരക്ഷാ കാര്യങ്ങളിൽ ട്രംപിന്റെ പുതിയ നിലപാടുകളും ക്വാഡിനെ ഒരു പ്രതിസന്ധിയിൽ എത്തിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ് പഴയ ക്വാഡ് പരാജയപ്പെടുന്നത്? ട്രംപ് മനസ്സിൽ കാണുന്ന പുതിയ ക്വാഡ് എന്താണ്? ഇതിൽ ഇന്ത്യയുടെ ഭാവി എന്താകും? നോക്കാം. നമുക്ക് ആദ്യം ഇതിന്റെ ചരിത്രത്തിലേക്കൊന്ന് പോകാം. 2007 അന്നത്തെ ജപ്പാൻ പ്രധാനമന്ത്രി ഷിൻസോ ആബെയുടെ തലച്ചോറിലാണ് ക്വാഡ് എന്ന ആ ഒരു ആശയം ഉദിക്കുന്നത്. ചൈന അവരുടെ അയൽ രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തുന്നതും സൗത്ത് ചൈന കടലിൽ ദ്വീപുകൾ പിടിച്ചെടുക്കുന്നതും തടയുക എന്നതായിരുന്നു ലക്ഷ്യം. എന്നാൽ കുറച്ചുകാലം നിഷ്ക്രിയമായിരുന്ന ഈ ഒരു സഖ്യം 2017 വീണ്ടും സജീവമാകുന്നത്. എന്നാൽ 2025 2026 ക്വാഡ് രാജ്യങ്ങളിലെ ഭരണത്തലവന്മാരുടെ ഉച്ചകോടി നടത്താൻ ഈ കൂട്ടായ്മയ്ക്ക് കഴിഞ്ഞിട്ടില്ല. തൊട്ടടുത്ത ദിവസങ്ങളിൽ ഡൽഹിയിൽ വെച്ച് വിദേശകാര്യ മന്ത്രി ജയശങ്കറും US സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മാർക്കോ റൂബിയോയും പങ്കെടുത്ത വിദേശമന്ത്രിമാരുടെ യോഗം നടന്നുവെങ്കിലും ഭരണത്തലവന്മാർ ഒത്തുചേരുന്ന പ്രധാന സമ്മിറ്റ് ഇപ്പോഴും അനിശ്ചിതത്വത്തിലാണ്. ഇതിന് പ്രധാന കാരണമെന്ന് പറയുന്നത് അമേരിക്കയുടെ വിദേശ നയത്തിൽ വന്ന വൻ മാറ്റങ്ങളാണ്. മിഡിൽ ഈസ്റ്റിലെ കനത്ത യുദ്ധങ്ങളിൽ അമേരിക്ക പൂർണ്ണമായും ബിസിയാണ്. കൂടാതെ ട്രംപ് തന്റെ ക്വാഡ് പങ്കാളികളായ ഇന്ത്യക്കും ജപ്പാനുമെതിരെ സാമ്പത്തിക യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അമേരിക്കയെ എല്ലാവരും ചൂഷണം ചെയ്യുകയാണ് എന്ന് പറയുന്ന ട്രംപ് ഈ സഖ്യത്തിന്റെ മിലിറ്ററി ആവശ്യങ്ങൾക്ക് ഫണ്ട് നൽകാൻ മടിക്കുന്നു. ഇതോടെയാണ് ക്വാഡ് വെറും വാക്കുകളിൽ ഒതുങ്ങുന്ന ഒരു ടോക്കിംഗ് ഷോ മാത്രമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന കടുത്ത വിമർശനം ആഗോളതലത്തിൽ തന്നെ ഉയർന്നത്. ഇവിടെയാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ്. ഈ ഒരു ഫസ്റ്റ് പോസ്റ്റ് ആർട്ടിക്കിൾ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ പഴയ ക്വാഡ് പതുക്കെ ഇല്ലാതെയാകുമ്പോൾ അതിന്റെ സ്ഥാനത്തേക്ക് അമേരിക്ക മറ്റു ചില ഒരു മിനി ലാറ്ററൽ സഖ്യങ്ങൾ വളർത്തിയെടുക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഓക്കസ്, അതായത് ഓസ്ട്രേലിയ, UK, US ചേർന്ന സഖ്യം. ഇത് പൂർണ്ണമായും ഒരു മിലിറ്ററി സഖ്യമാണ്. ഓസ്ട്രേലിയയിലേക്ക് ആണവ അന്തർവാഹിനികൾ, ന്യൂക്ലിയർ സബ്മറൈൻസ് നൽകാനാണ് അമേരിക്ക ഇതിലൂടെ ശ്രമിക്കുന്നത്. ഇതിനു പുറമെയാണ് ദി സ്ക്വാഡ് എന്ന് വിളിക്കുന്ന മറ്റൊരു പുതിയ ക്വാഡ് രൂപപ്പെടുന്നത്. ഇതിൽ ഇന്ത്യക്ക് പകരം ഫിലിപ്പൈൻസ് ആണ് ഉള്ളത്. അതായത് US, ജപ്പാൻ, ഓസ്ട്രേലിയ, ഫിലിപ്പൈൻസ്. എന്തുകൊണ്ടാണ് അമേരിക്ക ഇന്ത്യയെ മാറ്റി ഫിലിപ്പൈൻസിനെ കൂടെ കൂട്ടുന്നത്? കാരണം ദക്ഷിണ ചൈന കടലിൽ ചൈനയുമായിട്ട് നേരിട്ട് ഏറ്റുമുട്ടുന്നത് ഫിലിപ്പൈൻസ് ആണ്. ഇന്ത്യ ഒരു ഔദ്യോഗിക സൈനിക സഖ്യത്തിലേക്ക് വരാൻ താല്പര്യപ്പെടുന്നില്ല. തങ്ങളുടെ സ്ട്രാറ്റജിക് ഓട്ടോണമി അല്ലെങ്കിൽ പരമാധികാരം നിലനിർത്താനാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത്. എന്നാൽ ഫിലിപ്പൈൻസ് അങ്ങനെയല്ല. ചൈനയ്ക്കെതിരെ അമേരിക്കയുടെ പൂർണ്ണമായ സൈനിക സഹായം അവർ ആവശ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചൈനയെ നേരിടാൻ ട്രംപിന് കൂടുതൽ താല്പര്യം ഈ പുതിയ സ്ക്വാഡ് സഖ്യത്തോടാണ്. ഇനി ഇതിന്റെ ഏറ്റവും ഗൗരവമേറിയ വശങ്ങളിലേക്ക് വരാം. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടന്ന ക്വാഡ് വിദേശകാര്യ മന്ത്രിമാരുടെ മീറ്റിംഗിൽ ചില നിർണായക തീരുമാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ക്വാഡ് മരിച്ചിട്ടില്ല എന്ന് കാണിക്കാൻ അവർ ക്വാഡ് ക്രിട്ടിക്കൽ മിനറൽസ് ഫ്രെയിംവർക്ക് പ്രഖ്യാപിച്ചു. അതായത് സ്മാർട്ട് ഫോണുകൾക്കും പ്രതിരോധ ഉപകരണങ്ങൾക്കും ആവശ്യമായ ക്രിട്ടിക്കൽ മിനറൽസിന്റെ വിപണിയിൽ ചൈനയ്ക്കുള്ള കുത്തക തകർക്കുക. കൂടാതെ പസഫിക് ദ്വീപുകളെ കടലിനടിയിലെ കേബിൾസ് വഴി ബന്ധിപ്പിക്കാനും ഫിജിയിലെ പോർട്ട് ഇൻഫ്രാസ്ട്രക്ചർ വികസിപ്പിക്കാനും ക്വാഡ് തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെയാണ് എങ്കിലും ഗ്രൗണ്ടിൽ വലിയൊരു അനിശ്ചിതത്വമുണ്ട്. സൗത്ത് ചൈന സീയിലും ഹോർമുസ് കടലിടുക്കിലും ചൈനയും ഇറാനും നടത്തുന്ന കപ്പൽ തടയലുകൾക്കെതിരെ ശക്തമായ പ്രതിരോധം തീർക്കാൻ ക്വാഡിന് സാധിക്കുന്നില്ല. ഒമാന്റെയും ഖത്തറിന്റെയും മധ്യസ്ഥതയിൽ മിഡിൽ ഈസ്റ്റിൽ ഉണ്ടാക്കിയ
വെടിനിർത്തൽ കരാറുകൾ പോലും തകർന്ന ഒരു പശ്ചാത്തലത്തിൽ അമേരിക്കയ്ക്ക് ഇൻഡോ പസഫിക് മേഖലയിൽ പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നില്ല എന്നതാണ് സത്യം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയെ മാത്രം വിശ്വസിച്ച് ചൈനയ്ക്കെതിരെ നീങ്ങുന്നത് ഇനി ബുദ്ധിയല്ല എന്ന തിരിച്ചറിവ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ മറ്റു പ്രാദേശിക കൂട്ടായ്മകളിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത്. കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ ഒന്നുറപ്പാണ്, പഴയ രീതിയിലുള്ള നയതന്ത്ര ചർച്ചകൾ കൊണ്ട് മാത്രം ഇനി ക്വാഡിന് മുന്നോട്ട് പോകാനാകില്ല. ട്രംപിന്റെ ബിസിനസ് ശൈലിയിലുള്ള വിദേശ നയവും അതുപോലെ പുതിയ സൈനിക സഖ്യങ്ങളും ഇൻഡോ പസഫിക് മേഖലയുടെ സമവാക്യങ്ങൾ മാറ്റി എഴുതുകയാണ്. ഇതിനിടയിൽ ഇന്ത്യക്ക് സ്വന്തം താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ കടുത്ത നയതന്ത്ര പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും. യുദ്ധഭീതിയും രാഷ്ട്രീയ അട്ടിമറികളും ഒക്കെ ആയിട്ട് ലോകം പലപ്പോഴും വലിയ പ്രതിസന്ധിയിലാകാറുണ്ടെങ്കിലും ഇത്തരം ക്രൈസിസുകളിലും പ്രത്യാശയുടെ വലിയൊരു ആകാശം നമുക്ക് മുന്നിലുണ്ട്. പ്രത്യേകിച്ച് പ്രതിസന്ധികൾക്ക് നടുവിലും നമ്മുടെ സ്വന്തം പ്രതിഭകൾ ലോകത്തിന്റെ നെറുകയിൽ ചരിത്രം കുറിക്കുന്നത് കാണുമ്പോൾ അത് നൽകുന്നത് ഒരു വലിയ പോസിറ്റിവിറ്റി തന്നെയാണ്. ലോക രാഷ്ട്രീയത്തിൽ എന്ത് ട്വിസ്റ്റുകൾ ഉണ്ടായാലും മനുഷ്യന്റെ നിശ്ചയദാർഢ്യവും ശാസ്ത്ര മുന്നേറ്റങ്ങളും നമ്മെ ഒരു നല്ല നാളേക്ക് നയിക്കുമെന്ന് ഉറപ്പാണ്. കൂടുതൽ ലോകവിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്.